ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ച് ചൈനയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ HMPV വൈറസ് പടരുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഈ വാർത്ത ശരിയാണെന്നും അല്ലെന്നും പറയുന്നവരുണ്ട്. ഇതിനു പിന്നിലെ യാഥാർത്ഥ്യം പുറത്തു വരുന്നതേയുള്ളൂ. HMPV അഥവാ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരിനം വൈറസാണ്. മരണത്തിനു വരെ കാരണമായേക്കാവുന്ന ഈ വൈറസ് പ്രധാനമായും കുട്ടികളെയാണ് ബാധിക്കുന്നത്. കുട്ടികളെ മാത്രമല്ല, മുതിർന്ന ആളുകളെയും ഇത് വെറുതെ വിടാറില്ല. രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ ആളുകൾക്ക് ഈ വൈറൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല പ്രതിരോധ ശേഷിയുള്ളവർക്ക് പോലും രക്ഷയില്ല എന്ന് പറയപ്പെടുന്നു. 2001 നെതർലൻഡ്സിൽ കുട്ടികളിലാണ് ആദ്യമായി ഈ വൈറസിനെ കണ്ടെത്തുന്നത്. അന്ന് വാൻ ഡെൻ ഹൂഗൻ എന്നയാളാണ് ഈ വൈറസിനെ കണ്ടെത്തിയത്. ഇത് അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അഥവാ ARI ഉണ്ടാക്കുന്നു. ARI പോലെയുള്ള ഇൻഫെക്ഷൻസ് ഒരു വ്യക്തിയുടെ ശ്വാസോച്ഛ്വാസത്തെ തടസ്സപ്പെടുത്തും. ARIയെ രണ്ടായി തരം തിരിക്കുന്നു. ഒന്ന്, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അഥവാ URI. 2, ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അഥവാ LRI. ലോകത്തെമ്പാടുമായി 2000 ആണ്ടിൽ മാത്രം 5 വയസ്സിൽ താഴെ പ്രായമുള്ള 20% കുട്ടികളുടെ മരണത്തിനും കാരണമായത് ഈ URIയും LRIയുമാണ് എന്നാണ് കണ്ടെത്തൽ. ഇതിൽ 70% മരണങ്ങളും നടന്നിട്ടുള്ളത് സബ് സഹാറൻ ആഫ്രിക്ക, അതുപോലെ ഏഷ്യയുടെ സതേൺ റീജിയൺസ് എന്നിവിടങ്ങളിലാണ്. URI പ്രധാനമായും ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയുടെ തുടക്കത്തിലുള്ള ഭാഗങ്ങളായ മൂക്ക്, തൊണ്ട, സൈനസ്, ട്രക്കിയ അഥവാ ശ്വാസനാളം, ലാരിങ്സ് എന്നിവയാണ്. ശരീരത്തിലെ ബ്ലഡും ലിംഫും ഉൾപ്പെടെയുള്ള ദ്രാവകങ്ങൾ ഒഴുകിപ്പോകുന്ന ക്യാവിറ്റികളെയാണ് സൈനസ് എന്ന് വിളിക്കുക. നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള ട്യൂബിൻ്റെ ആകൃതിയിലുള്ള ഫ്ലെക്സിബിളായൊരു ഭാഗമാണ് ലാരിങ്സ്. നമ്മൾ സംസാരിക്കുന്നത് ലാരിങ്സിൻ്റെ സഹായത്തോടെയാണ്. HMPV ഹ്യൂമൻ റൈനോ വൈറസ് അഥവാ RV, പാരാ ഇൻഫ്ലുവൻസ വൈറസ് അഥവാ PIV, കൊറോണ വൈറസ്, അഡിനോ വൈറസ്, റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് അഥവാ RSV, എൻറ്ററോ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ് പോലെയുള്ള വൈറസുകൾ URI ഉണ്ടാക്കുന്നു. ലങ്സ്, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്, ആൽവിയോളൈ എന്നീ ഭാഗങ്ങളെയാണ് LRI ബാധിക്കുക. LRIയെ ന്യൂമോണിയ അഥവാ ബ്രോങ്കൈറ്റിസ് എന്നും വിളിക്കുന്നു. HMPV റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ്, പാരാ ഇൻഫ്ലുവൻസ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, അഡിനോ വൈറസ്, കൊറോണ വൈറസ് മാത്രമല്ല, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ ടൈപ്പ് B പോലെയുള്ള ബാക്ടീരിയകളും LRIക്ക് കാരണമാകുന്നു. ഇത്രയൊക്കെ ഭീകരനായ ഈ HMPV വൈറസിന് പക്ഷേ 150 മുതൽ 600 നാനോമീറ്റർ വലിപ്പം മാത്രമേ ഉള്ളൂ. 150 നാനോമീറ്റർ എന്നാൽ ഏകദേശം 0.00015 മില്ലിമീറ്റർ ആണെന്ന് ഓർക്കണം. കൃത്യമായ ഒരു വലിപ്പമോ ആകൃതിയോ ഒന്നുമില്ലാത്ത ഒരു പ്ലിയോമോർഫിക് വൈറസാണ് ഇത്. ന്യൂമോവരിഡെ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന വൈറസാണ് ഇത്. സിംഗിൾ സ്ട്രാൻഡഡ് RNA എൻവലപ്ഡ് വൈറസ് എന്ന കാറ്റഗറിയിലാണ് ഇവർ ഉൾപ്പെടുന്നത്. ഇവരുടെ പ്രധാന ജനിതക വസ്തു അഥവാ ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. ഒരിഴ മാത്രമുള്ള സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ് ഇത്. കൊറോണ വൈറസിനെ പോലെ തന്നെ നിറയെ മുള്ളുകൾ ഇവരുടെ പുറത്തും ഉണ്ട്. ജീവികളുടെ കോശങ്ങളിലേക്ക് കടന്നു കയറാൻ വൈറസിനെ സഹായിക്കുന്ന പ്രോട്ടീനുകളാണ് ഈ മുള്ളുകൾ. ഇതിൽ ഫ്യൂഷൻ പ്രോട്ടീനുകൾ, ഗ്ലൈക്കോ പ്രോട്ടീനുകൾ, ഹൈഡ്രോഫോബിക് പ്രോട്ടീനുകൾ എന്നിവയെല്ലാമുണ്ട്. വായുവിലൂടെയാണ് ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. രോഗബാധയുള്ള ഒരാൾ ചുമയ്ക്കുമ്പോൾ വായുവിലേക്ക് പുറപ്പെടുവിക്കുന്ന ചെറുതുള്ളികൾ അഥവാ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സിലൂടെയും സ്പർശനത്തിലൂടെയും ഇത് പകരുന്നു. സാധാരണഗതിയിൽ തണുപ്പ് കാലങ്ങളിലാണ് ഈ വൈറസിൻ്റെ വ്യാപനം കൂടുതലായി നടക്കുന്നത്. HMPV ഇൻഫെക്ഷൻ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നിൻ്റെ പേരാണ് റൈബാവൈറിൻ. മരുന്നുകളോടൊപ്പം ശരീരത്തിലേക്ക് പ്രതിരോധ ശക്തിയെ ഉത്തേജിപ്പിക്കാനായി ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ അഥവാ ആൻറ്റിബോഡികൾ ഇഞ്ചക്ട് ചെയ്യും.